അപ്പൊ കൂട്ടുകാരി എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ചക്കക്കുരു മാങ്ങാക്കറിയാണ് കേട്ടോ താരം. അപ്പൊ ഞാൻ പറയുന്ന കാര്യം അറിയാവുന്നവർ എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ. അറിയാത്തവര് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ. ഈ ചക്കക്കുരു ഉണ്ടല്ലോ ഒന്ന് പുഴുങ്ങി അതിന്റെ ആ പുറത്തെ തൊണ്ട് പൊളിച്ച് കളഞ്ഞ് ഉണക്കി പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ഈ കറിക്ക് അരയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ, അതായത് മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ വേകുമ്പോഴത്തേനും നമ്മുടെ കറി റെഡിയായി കിട്ടും. മാത്രമല്ല, സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു പരാതി ഉണ്ടല്ലോ, വയറിന് സുഖമില്ല എന്നുള്ളത്. ഇതൊക്കെ മാറിക്കിട്ടും. അത് മാത്രമല്ല, നമുക്ക് എല്ലാ സീസണിലും കറി വെക്കാം. പുട്ടുപൊടിയുടെ കൂടി ഇട്ടുണ്ടാക്കാം. അതുപോലെ ദോശ ചേർത്ത് അരച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര രുചിയാണ് ഇതിനെല്ലാം. ഫൈബർ കൂടുതലുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ ഷുഗർ കൺട്രോൾ ചെയ്യും, വെയിറ്റ് ലോസിനെ സഹായിക്കുന്നു, വൈറ്റമിൻസ് ഉണ്ട്, പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് തന്നെ ഹൃദയത്തിന് ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതപ്പൊ പറഞ്ഞു വന്നപ്പോഴത്തേനും തന്നെ നമ്മുടെ കറി വെന്ത് കഴിഞ്ഞു. ഇനി ഒരു പിടി തേങ്ങയും 3-4 കുഞ്ഞുള്ളിയും 3-4 വെളുത്തുള്ളിയും 3-4 കാന്താരി മുളകും ഒരു മുള്ളു മഞ്ഞളും അല്പം നല്ല ജീരകവും കൂടി അരച്ച് നമുക്ക് തിളപ്പിച്ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിൽ കടുകും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി ചേർത്ത് ഒന്ന് വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി നാടൻ ചക്കക്കുരുമാങ്ങക്കറി റെഡിയായി. നമ്മുടെ ഈ കുട്ടീസിനൊന്നും ഇത് അത്ര ഇഷ്ടമല്ലാന്നേ. എന്നാലും നമുക്ക് അടുത്ത സീസണിൽ ഒറ്റ കുരുപോളം കളയരുത് കേട്ടോ. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്യുകയും